ഫാത്തിമ തേലിയ, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ യുവജന സംഘടനകളുമായി എത്രത്തോളം പോരിലായിരുന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ. നേരത്തെ SFIയുമായി ഉണ്ടായ മത്സരം എന്നുള്ളത് അതൊരു യുദ്ധത്തിലേക്ക്, തെരുവ് യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വെല്ലുവിളി പോലെ തന്നെ ഗവർണർ അവിടെ എത്തുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് മടങ്ങുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഗവർണർ എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോൾ പല വിഷയങ്ങളും, ജനകീയ വിഷയങ്ങളിൽ സർക്കാരിനേക്കാൾ മുൻപന്തിയിൽ ഗവർണർ എത്തി ഇടപെടുന്നു എന്നാണ് ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത്. അതൊക്കെ എത്രത്തോളം ശരിയാണെന്നാണ് ഫാത്തിമ തേലിയയ്ക്ക് തോന്നുന്നത്? ഹലോ, പറഞ്ഞോളൂ സ്മൃതി. ആദ്യം തന്നെ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പം ശ്രീമതി ഉമാ തോമസിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അവർക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും നമ്മളുടെ ഇടയിലേക്ക് തിരിച്ചു വരട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇന്ന് എന്തുകൊണ്ട് ഗുഡ് ബൈ പറയാൻ വേണ്ടി പിണറായി വിജയൻ പോയില്ല എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതിന് ഇടതുപക്ഷ പ്രതിനിധി ഒരു ഉത്തരം നൽകിയില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ മനസ്സിലാക്കുന്നത്. മറിച്ച് അദ്ദേഹം നിരത്തിവെച്ച ഓരോ കാര്യങ്ങളും എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സർക്കാരിനോട് ചെയ്തത് എന്നുള്ളതാണ്. ഒരു ചോദ്യം പ്രസക്തമാണ്. ഇവിടെ കൃത്യമായിട്ടൊരു കീഴ്വഴക്കമുണ്ട്. അത് കേരളത്തിൽ വരുന്ന ഗവർണർക്ക് ഇവിടെ നിന്ന് പോകുമ്പം ഒരു പരിപാടി സംഘടിപ്പിച്ച് അവിടെ യാത്രയപ്പ് നൽകുക എന്നുള്ള കാര്യം കേരളത്തിൽ നടന്നു പോരുന്ന ഒരു സമ്പ്രദായമാണ്. പക്ഷെ അത് നമ്മുടെ എവിടെയും ഭരണഘടനയിലോ മറ്റുള്ള കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അത് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ആ കീഴ്വഴക്കം ലംഘിച്ചു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ സർക്കാരാണ്, അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ആ പാർട്ടിയാണ്. ആരുടെ ഭാഗത്തു നിന്നും അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അടിവരയിട്ടുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പ്രതിപക്ഷ നേതൃത്വം ചോദിക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് എന്ന്, എവിടെ നിന്നാണ് അദ്ദേഹം BJPയുമായിട്ട് യോജിക്കുന്നത്, എവിടെ നിന്നാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അദ്ദേഹം രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൽ നിന്നും അവിടെ ഷാബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ന്യായങ്ങളുണ്ട്. അങ്ങനെ ഒരു നിയമം, അന്ന് ആ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നിയമമൊക്കെ ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൻറ്റി മൈനോറിറ്റി നിലപാട് അന്നേ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം കോൺഗ്രസുമായിട്ട് വിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഉത്തർപ്രദേശിലല്ല അദ്ദേഹത്തിന് സ്വീകരണം നൽകിയത്. അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി അന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത് CPMൻ്റെ നേതാക്കന്മാർ കോഴിക്കോട് ഒരുക്കിയിട്ടുള്ള ഒരു സമ്മേളനത്തിലാണ് എന്നുള്ളത് ഏറെ പ്രസക്തിയോടെ അദ്ദേഹം ഇവിടെ നിന്ന് പിരിയുമ്പം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം ഷാബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമത്തിനെതിരെ നിന്ന് ആ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ഇറങ്ങിപ്പോയപ്പം അവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചെന്നത് CPMൻ്റെ ആളുകളാണ് എന്നുള്ള പ്രസക്ത ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായി വന്നതിന് ശേഷം BJPയുടെ നിലപാടുകൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനു മുൻപും അതിന് ശേഷവും BJPയിൽ ചേർന്നതിന് ശേഷം അദ്ദേഹം ഇത്തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ CA NRC നിയമമാണെങ്കിൽ, ഇവിടെയുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബീഫ് കഴിക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ടിട്ട്, ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു വ്യത്യസ്ത നിലപാട്, BJPയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന BJPയുടെ വക്താവ് എന്നുള്ള രൂപത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഫാത്തിമ തേലിയ, പല ഘട്ടങ്ങളിലായി അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾ മാറിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് നിലപാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹവുമായി അടുപ്പം പല രാഷ്ട്രീയ പാർട്ടികളും സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. ഒടുവിലാണ് അദ്ദേഹം BJP പാളയത്തിലേക്ക് എത്തുന്നത്. അതെ, അതിനു മുൻപും അതിനുശേഷവും ഞാൻ പറയുന്നത്, അദ്ദേഹം കോൺഗ്രസിൽ നിന്നും മാറിയതിനു ശേഷം, കോൺഗ്രസ് വിട്ടതിന് ശേഷം അദ്ദേഹം എടുത്ത നിലപാടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് BJP നിലപാടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന RSSൻ്റെ സംഘപരിവാറിൻ്റെ ഒരു നയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ശരി, ഫാത്തിമയ്ക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ യാത്ര അയക്കാൻ മുഖ്യമന്ത്രി പോകേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായമാണോ ഈ ഘട്ടത്തിൽ തോന്നുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ തമിഴ്നാട്ടിൽ RM രവിയുമായി ബന്ധപ്പെട്ട്
പശ്ചിമ ബംഗാളിൽ നേരത്തെ ധൻകർ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ CV ആനന്ദബോസ് എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഡൽഹിയിലെ കാര്യത്തിലാണെങ്കിൽ വിനയ് കുമാർ സക്സേന എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണല്ലോ. കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇടപെടുന്നതാണ് ഈ ഇവിടങ്ങളിലൊക്കെ കാണുന്ന കാഴ്ച. അല്ല, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു മറുപടി പറയേണ്ടത്, ഞങ്ങൾ ഗവർണർക്ക് യാത്രയപ്പ് നൽകില്ല എന്ന് പറയാൻ ആർജവം കാണിക്കേണ്ടത് ഈ സർക്കാരാണ്, അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയാണ്. അവർ ആ ആർജവം കാണിച്ചിട്ടില്ല. ഇവിടെ പറയുന്ന കാര്യം എന്താ നമുക്കറിയാലോ. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭീമമായിട്ടുള്ള പവറിനെ കുറിച്ച്, അവർ കാണിക്കുന്ന കരുത്തിനെ കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരെന്തുകൊണ്ട് ഞങ്ങൾ ഈ ഗവർണർക്ക് യാത്രയപ്പ് നൽകില്ല എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന കാരണം കൊണ്ട് യാത്രയപ്പ് നൽകുന്നില്ല എന്ന് പറയുന്നില്ല? അപ്പോൾ ഇവിടെയുള്ള ചോദ്യം, ഇവിടെ ഒരു മൗനം, ഒരു ടോം ആൻഡ് ജെറി കളിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ അങ്ങനെയാണോ? അത് അവഗണനയേക്കാൾ വലിയ മറുപടി ഉണ്ടോ ഗവർണർ പടി പറയുന്നത്? അവഗണനയേക്കാൾ വലിയ മറുപടി ഉണ്ടോ? അതിനല്ലേ കുറച്ചുകൂടെ മൂർച്ച? അവഗണന അല്ല, കൃത്യമായിട്ട് നിലപാട് പറയാൻ CPM-ന് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെയല്ല, ഇവിടെ കൃത്യമായിട്ട് CPM ഒരു നിലപാട് സ്വീകരിക്കുകയാണ് എങ്കിൽ ആ നിലപാട് അവർ വാക്കുകളിലൂടെ ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, TP ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം കുലംകുത്തി എന്ന് വിളിച്ചിട്ടുള്ള പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. ആ പിണറായി വിജയന് എന്തുകൊണ്ട് അദ്ദേഹം യാത്രയപ്പിന് അർഹിക്കുന്നില്ല എന്ന് പറയാൻ മടിക്കുന്നു എന്നുള്ള ചോദ്യം ശരിയാണ്. ഒരു ഘട്ടം വരെ സർക്കാർ ഇണങ്ങിയും ഗവർണറുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പ്രതിപക്ഷം പറഞ്ഞ അതാണ്. ഇപ്പോൾ സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, കാരണം കുറച്ച് കഴിയുമ്പോൾ ഗവർണറുമായി ഒരുമിച്ച് പോകും. തിരിച്ച് ഗവർണറുടെ കാര്യത്തിലും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് പോയി. ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളില്ല എതിരഭിപ്രായം അത് സുപ്രീം കോടതിയിലെ പോരിലേക്ക് വരെ പോയല്ലോ. അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ അതിലൊരു രമ്യതയുടെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അങ്ങനെയല്ല സ്മൃതി, ഇതിൻ്റെ ഈ പിക്ചർ മൊത്തം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ നടത്തിയിട്ടുള്ള ഒരു നാടകം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നമുക്കറിയാം, ബില്ലുകളൊക്കെ പിടിച്ചു വെക്കുന്നു എന്ന് പറയുന്നു. ആ ബില്ലുകൾ പിടിച്ചു വെക്കുകയാണ് എന്ന് പറയുകയും അതിനുശേഷം ഒരു പരാതിയായി അവതരിപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് 75 ലക്ഷം രാജ്ഭവന് വേണ്ടി അനുവദിക്കുന്നത്. ആ 75 ലക്ഷം അനുവദിച്ചതിൻ്റെ 2 ദിവസത്തിന് ശേഷം ബില്ലുകളൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നു. ഇതൊക്കെ നടക്കുന്നത്, ഈ നാടകം നടക്കുന്നത് ഈ കേരളത്തിലല്ലേ? കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നില്ലേ? പിന്നെ ഇവർ പറയുന്ന കാര്യം എന്താ? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ വന്നത്. ശരി തന്നെ, ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചിന്തയുമായിട്ടാണ്, ഉദ്ദേശവുമായിട്ടാണ് ഇങ്ങോട്ട് ഈ ഗവർണർ വന്നത്. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെയുള്ള കേരള സർക്കാർ അല്ലെങ്കിൽ CPM ഗവർണറോട് കലഹിക്കുന്നത് അവിടെ ഒരു ഫാസിസ്റ്റ് നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ സംഘപരിവാർ നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലല്ല. തങ്ങളുടെ ഉദ്ദേശങ്ങൾ, തങ്ങളുടെ ഇംഗിതങ്ങൾ നടക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. ഇവിടെ ഗവർണർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ ഇവിടെ ഒരു ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന സർക്കാർ ഉണ്ട് എന്നുള്ളതല്ല. സെനറ്റിലേക്ക് വരുമ്പം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഗവർണറുമായിട്ടുള്ള അവരുടെ പിണക്കത്തിന്റെ കാരണം. അല്ലാതെ അവിടെ BJP എന്താണോ ചെയ്യുന്നത് അത് ആ തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു എന്നുള്ളതിലല്ല അവർക്ക് പ്രശ്നം. സർക്കാരിന് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ അത് നടപ്പാക്കാത്തതിനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒരു കാര്യം അതെ, ഇവിടെ യഥാർത്ഥത്തിൽ സംഘപരിവാറിനോട് നേരിടുന്ന ഒരു സർക്കാർ ഒന്നുമല്ല കേരളം ഭരിക്കുന്നത്. നേരത്തെ ഇവർ സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് CPM എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് CPM-നെ കുറിച്ചല്ല, CJP-യെ കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ CJP-യുടെ ഭാഗമായിട്ടുള്ള ഗവർണർ പോകുമ്പം ആ ഗവർണറുടെ അടുത്ത് പോയിട്ട് ഒരു കൈ കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം കൂടി, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ദിവസം കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി വന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിൽ നടക്കുന്ന വലിയ കലാപങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള കലാപങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ള അതേ സംഘപരിവാറിൻ്റെ കുറ്റകൃത്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്ക് തുല്യമായിട്ടുള്ള കാര്യം കേരളത്തിലെ CPM ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടും ഏകദേശം ഒരേ
വണ്ടിക്ക് പോകുന്ന ആളുകളാണ്. രണ്ടും പരസ്പരം കൈകൊടുത്ത് അത് ഇരുട്ടിലാണോ വെളിച്ചത്തിലാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് വെളിച്ചത്തിൽ നിന്ന് പരസ്പരം കെട്ടിപ്പുണരുന്ന പകരം വരുന്നത് ആർലേക്കറാണ്. ആർലേക്കർ എങ്ങനെയാകും ആരിഫ് മുഹമ്മദ് ഖാനെ കവച്ചു വെക്കുമോ എന്നുള്ളതാണ് അടുത്ത ആലോചിക്കേണ്ട വിഷയം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.